ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചി കളമശ്ശേരിയിലുള്ള ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ വണ്ടി ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ പറഞ്ഞില്ലായിരുന്നു, ആക്സിസ് വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ട് വൈകുന്നേരം കൊണ്ട് ആക്സിസിൻ്റെ കമ്പനിയുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാ ഇന്ന് ഡെലിവറി തരുമെന്ന് പറഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് പോയി നോക്കാം, ആക്സിസിന് ഡെലിവറി നമുക്ക് ഇന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വണ്ടി കാണണം. അതായത് കൊച്ചിൻ ബാംഗ്ലൂർ ഓടുന്ന മറ്റേ ബസ്സുകൾ, മൾട്ടി ആക്സൽ ബസ്, KSRTC, അതുപോലെ പറ്റുവാണെങ്കിൽ നമുക്ക് കോഴിക്കോട് KSRTCയുടെ ഒന്ന് പോകണം. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാൻ KSRTC എന്താ കൊച്ചിൻ ബാംഗ്ലൂർ പോകുന്ന എല്ലാ വണ്ടികളും ഒന്ന് പരിശോധിക്കാം, എല്ലാം പോയി നമുക്ക് കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ ഡ്രൈവർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ പാലാരിവട്ടത്ത് മെട്രോ പണിതുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പില്ലറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ സുസുക്കിയിലേക്ക് പോവുകയാണ്. വണ്ടി സുസുക്കിയിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. പാലാരിവട്ടത്ത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇന്നെന്തായാലും എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, നമുക്ക് കൊച്ചിയിൽ നിന്ന് ഇഷ്ടംപോലെ ഇൻട്രസ്റ്റേറ്റ് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതായത് ബാംഗ്ലൂരുണ്ട്, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലേക്കുള്ള വിജയവാഡയിലേക്കുണ്ട്, പിന്നെ തമിഴ്നാട്ടിലേക്കുള്ള പല ഏരിയയിലേക്കുണ്ട്. പോണ്ടിച്ചേരി ആണെങ്കിലും സേലം, ഈറോഡ്, അതുപോലെ തന്നെ പല ഏരിയയിലേക്കുണ്ട്. അതിൽ കർണാടകയിലെ ഹാസനിലേക്കുണ്ട്, മംഗലാപുരം, അതുപോലെ തന്നെ നമ്മൾ ഗോവ, പനജി, അങ്ങനെ പല ഏരിയയിലേക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ കേരളം വിട്ട് വിവിധ സ്റ്റേറ്റുകളിലേക്ക് കൊച്ചിയിൽ നിന്ന് തന്നെയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എന്തായാലും ചെന്ന് നമ്മുടെ സുസുക്കിയുടെ പാലാരിവട്ടത്ത് സുസുക്കിയുടെ അപ്പുറത്തുള്ള സർവീസ് സെൻറ്ററിൽ എത്തി. ഇപ്പം വണ്ടി ഡെലിവറി കിട്ടും, അതും വാങ്ങിയിട്ട് നമുക്ക് പോകാം. വൈറ്റില ഹബ്ബിലാണ് ഇപ്പം ഇത് നമ്മുടെ കൂടുതലും പ്രൈവറ്റ് ബസ്സുകളുള്ളത്. അപ്പം ആദ്യം വണ്ടി പോയി ഡെലിവറി എടുക്കട്ടെ. എന്തായാലും വണ്ടി കിട്ടി കേട്ടോ, ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. എൻ്റെ മുഖം തന്നെ കണ്ടറിഞ്ഞോട്ടെ, ഭയങ്കര ഹാപ്പിയാണ്. വണ്ടിയെല്ലാം അടിപൊളിയാക്കി അവർ തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ചേക്കാളും നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എന്താ വെച്ചാൽ ഇച്ചിരി പൈസ പോയാലും നല്ല വൃത്തിയായിട്ട് അവർ കണ്ടീഷനാക്കി തന്നിട്ടുണ്ട്, നല്ല പെരുമാറ്റമായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ വൈറ്റില ഹബ്ബിലെത്തി. വൈറ്റില ഹബ്ബിൽ ഇതിൻ്റെ ബേക്കിലായിട്ട് ഒരുപാട് പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണ്. ഭാരത് ബെൻസിൻ്റെ തന്നെ പുതുച്ചേരി കേന്ദ്രീകരിച്ചുള്ള വണ്ടിയാണ്, AVLT ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. എന്താ വെച്ചാൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് കർണാടകൻ്റെ വിവിധ ഭാഗത്തിലേക്കും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും ഹൈദരാബാദിലൊക്കെ കൊച്ചിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണ് AVLT, ലക്ഷറി വണ്ടി. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി കാണാം. എന്തായാലും വണ്ടി അടിപൊളിയാണ്. ഭാരത് ബെൻസിൻ്റെ സ്വതവേ എല്ലാം നല്ല നല്ല വണ്ടികളാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. AVLT ഗ്രൂപ്പിൻ്റെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ജസ്റ്റ് ബസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണാം. ബസ് പോകുന്ന സമയമൊക്കെ ഡ്രൈവർ നമുക്ക് പറഞ്ഞു തരും. ജസ്റ്റ് ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ ഉള്ളിലെ നമുക്ക് ഇൻറ്റീരിയലൊക്കെ കാണാമെന്ന്. എന്തായാലും നമുക്ക് ഉള്ളിലേക്കൊന്ന് പോകാം. അപ്പോൾ നമ്മുടെ ഉൾസൈഡ് ഒന്ന് കാണിച്ചിടാം. ഉള്ളിൽ എന്താ വെച്ചാൽ സീറ്റിംഗ് കപ്പാസിറ്റി ഇപ്പോൾ താഴെ നമുക്ക് ഇരിക്കാനോ ഒരു സൈഡിൽ കൂടി ഇരിക്കാനുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കൂടി എന്താ വെച്ചാൽ കിടക്കാനുള്ളതാണ്. എന്താ വെച്ചാൽ മേളിൽ അതേപോലെ തന്നെ കിടക്കാനുള്ളതുണ്ട് ഒരു സൈഡിൽ. അതായത് വൺ സൈഡ് 2, വൺ സൈഡ് 1. മേളിൽ അതുപോലെ കിടക്കാനുള്ളത് വൺ സൈഡ് 2, വൺ സൈഡ് 1. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഹോട്ടലിൽ കിടക്കുന്നവർ തന്നെയുണ്ട്, അടിപൊളിയാണ്. പുതുച്ചേരിക്ക് പോകേണ്ടത്, അത് പോണ്ടിച്ചേരിക്ക് പോകേണ്ടതൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ. ലാസ്റ്റ് എൻഡിലെത്തി കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇപ്പം ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് ഇവിടുന്ന്. കൊച്ചിൻ നിന്നുള്ള ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. കൊച്ചിൻ ടു ബാംഗ്ലൂർ, കൊച്ചിൻ ടു പോണ്ടിച്ചേരി, കൊച്ചിൻ ടു ചെന്നൈ, കൊച്ചിൻ ടു ബാംഗ്ലൂർ, കൊച്ചിൻ ടു ഹൈദരാബാദ്, കൊച്ചിൻ ടു അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നമുക്കിപ്പോൾ ഡ്രൈവറെ പേക്കണം. ഡ്രൈവറിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ. നിങ്ങളുടെ പേരെന്ത്? ധർമ്മദുരൈ. ഇത് എന്താ ടൈമിങ് സ്റ്റാർട്ട് പണ്ണ? 7:20. ഇത് ഡബിൾ ആക്സലാ സിംഗിൾ ആക്സലാ? സിംഗിൾ ആക്സലാ. 7:20 இங்க ஸ்டார்ட் பண்ணி போண்டிச்சேரி 6 o'clock. எத்தனை பேர் சீட்டிங் கெபாசிட்டி இருக்கு? 46. இது டிக்கெட் 24 seats, 22 berths. இது ரூட் எங்க இருக்கு? இந்த கொச்சின்ல ஸ்டார்ட் பண்ணி எந்த ரூட்க்கு போனா? கொச்சின், തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. തൃശ്ശൂരിന്ന് പോയി പാലക്കാട് പോയി കോയമ്പത്തൂർ പോയി അങ്ങ് സേലം, സേലത്തുനിന്ന് சேலம் தலைவாசல், விருத்தாச்சலம், தலைவாசல் அங்க இருந்து தலைவாசல், விருத்தாச்சலம், விருந்தாச்சலம்,
விருத்தாச்சலம் டு வடலூர் கடலூர் வடலூர் கடலூர் தெரியும், அங்க கடலூர்னு பாண்டிச்சேரி. கடலூர் டு பாண்டிச்சேரி. அந்த கடலூர் சென்னைன்னு வரும்போது கடலூர் தாண்டி பாண்டிச்சேரி வருது. சென்னையில இருந்து வரும் பாண்டிச்சேரி தான். ஈசிஆர்ல வந்தா பாண்டிச்சேரி കടലൂർ താണ്ടി വരും. ആവും. ഓക്കെ ശരിയെങ്കിൽ ഇപ്പൊ നമുക്ക് റെഡ് ബസ് അതുപോലെ മേക്ക് മൈ ട്രിപ്പ് ഇതിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും കൊച്ചിയിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു 100 സംതിങ് വണ്ടിയുണ്ട് കൊച്ചി ടു ബാംഗ്ലൂർ ഓടുന്ന പ്രൈവറ്റ് ബസ്. അതുകൂടാതെ KSRTC വേറെ. ഇതിന്റെ അപ്പുറമായിട്ട് നമുക്ക് അങ്കമാലി അത് കോട്ടയം ഭാഗത്തുനിന്ന് വരുന്ന അങ്കമാലി, ഈ പത്തനംതിട്ട കോട്ടയം ഭാഗത്തുനിന്ന് പല ഭാഗം തൊടുപുഴ ഭാഗത്തുനിന്ന് വരുന്ന അങ്കമാലി വേറെ KSRTC അതുപോലെ പ്രൈവറ്റ് ബസ് വേറെ ഉണ്ട്. അതായത് എനിക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ പോകുന്നത് പ്രൈവറ്റ് ബസ്സുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് കൊച്ചിയിൽ നിന്നാണ്. 100 സംതിങ് വണ്ടിയുണ്ട് ഇപ്പോൾ റെഡ് ബസ്സിൽ തന്നെ നോക്കിയത് നമ്പറാണ്. അടുത്തതാണ് ഏറ്റവും രസകരം ഈ ബസ്സിലെ. ഇപ്പം ഞാൻ തുറക്കാൻ പോകുന്നത് വെച്ചാൽ റെസ്റ്റ് റൂമാണ്, അത് ബാത്റൂമാണ്. ഈ ബസ്സിനുള്ള ബാത്റൂമുള്ള ബസ്സാണിത്. നമുക്ക് ഈ ബസ്സിൽ നിന്ന് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ, അത്യാവശ്യക്കാർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പുറത്ത് ബസ് നിർത്തി കൊടുക്കേണ്ട ആവശ്യം ഹോട്ടലിൽ നിന്നും പോകണ്ട. അതുണ്ട്, ഇത് ഓപ്പണാക്കി തെളിച്ചിടാം. ഉണ്ടോ, ബാത്റൂം ഉണ്ടോ? ഈ ബസ്സിൽ തന്നെയുള്ളതാണ് ഈ ബാത്റൂം. അതുകൊണ്ട് നമുക്ക് ടോയ്ലറ്റിലോ മറ്റേ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമുക്ക് പുറത്ത് വണ്ടി നിർത്തി തരണമെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓടുന്ന സമയത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാം. ബാത്റൂം എല്ലാം കൊള്ളാം അല്ലേ, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് ബാത്റൂമിൽ. സ്പേസും ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസുള്ള ബാത്റൂമായത്, കുഴപ്പമൊന്നുമില്ല. മിററും കൊള്ളാം. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ഉള്ള മാതിരിയൊക്കെ തന്നെ, ഫ്ലൈറ്റിലും ട്രെയിനിലൊക്കെ ഉള്ള ബാത്റൂം മാതിരിയൊക്കെ തന്നെ അത്യാവശ്യം വൃത്തിയുള്ളതുകൊണ്ട് അതും കുഴപ്പമില്ല താനും. ഇനി നമുക്ക് എന്തായാലും തൃശ്ശൂർക്ക് പോവാം. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. അടുത്തത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ് വെച്ച് കുറച്ച് വീഡിയോ നമുക്ക് കാണാം. ഞാനിപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെത്തി. സ്വിഫ്റ്റാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എത്തിയേക്കുന്നത് വെച്ചാൽ ഞായറാഴ്ച 1:30-ക്കാണ്, വെളുപ്പിന് 1:30-ക്ക് അവിടെ എത്തിയേക്കുന്നത്. വളരെ താമസിച്ചു പോയി, നല്ല തിരക്കാട്ടോ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ. താമസിക്കാൻ കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇത് എറണാകുളം കൊച്ചിയിൽ നിന്ന് വന്ന കൊച്ചിൻ ടു തൃശ്ശൂർ നല്ല ബ്ലോക്കായിരുന്നു. പ്രത്യേകിച്ച് അങ്കമാലി കഴിഞ്ഞിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു കൊരട്ടി അവിടെയായിട്ട്. ഇതിപ്പം കിടക്കുന്ന വണ്ടി, അതായത് ഈ പത്തനംതിട്ടയിൽ നിന്ന് വന്ന മൈസൂർ വണ്ടി, അത് നമ്മൾ പെരിന്തൽമണ്ണ മുക്കം താമരശ്ശേരി വഴി വന്നത്. എന്തായാലും ഇനിയും നമുക്ക് കൂടുതൽ ഇത് എന്താ വെച്ചാൽ ഈ ബസ്സിൻ്റെ വീഡിയോ ഒറ്റ പാർട്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു 2 പാർട്ടിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 പാർട്ടല്ല, ഒരു എപ്പിസോഡാക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പലതരം ബസ്സുകളില്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബസ്സുകളുണ്ടല്ലോ. ഇപ്പോൾ സ്കാനിയ, വോൾവോ, അതേപോലെ തന്നെ ടാറ്റയുടെ അശോക് ലൈലാൻഡ്, പിന്നെ നമുക്ക് ഐഷർ, പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഭാരത് ബെൻസ്, അങ്ങനെ എല്ലാത്തിൻ്റെ. ഇപ്പം ഞാൻ പറയാം, കൊച്ചിയിൽ നിന്ന് പോകുന്നൊരു ഷമാലി മോളി എന്ന് പറഞ്ഞ ബസ്സുണ്ട്. ഇതാ തിരുവനന്തപുരം ബസ്. ഷമാലി മോളി എന്ന് പറഞ്ഞ ബസ്സുണ്ട്. അതെപ്പോഴാ ചോദിച്ചാൽ ഒരു ഡബിൾ ആക്സിൽ അടിപൊളി ഒരു ബസ്സാണ്. അതിൻ്റെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം. തിരുവനന്തപുരം സ്വിഫ്റ്റ് വരുന്നുണ്ടല്ലോ, അതാ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം. അതൊക്കെ നമുക്ക് അധികം താമസിച്ച് എടുക്കാം. അതുപോലെ തന്നെ അംബാരി ഡ്രീം ക്ലാസ് കർണാടക ബാംഗ്ലൂർ പോകുന്നത്, അതിൻ്റെ എല്ലാം എടുക്കാറുണ്ട്. ഇപ്പം ഞാനൊരു വേറൊരെണ്ണം കാണിച്ചിട്ടുണ്ട്, ഡബിൾ ഡെക്കർ, ഒരു തൃശ്ശൂർ മാത്രം, സിറ്റിക്കുള്ളിൽ മാത്രം കറങ്ങുന്ന വണ്ടിയത്. എന്തായാലും എല്ലാത്തിനും നമുക്ക് വീഡിയോ എടുക്കണം. ഒരു എപ്പിസോഡായിട്ട് തന്നെ, ഒരു പരമ്പരയായിട്ട് തന്നെ ബസ്സിലെടുക്കാറുണ്ട്. അപ്പം അതപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പം ഈ തൽക്കാലം ഇതോടെ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് KSRTC അംബാരി ഡ്രീം ക്ലാസ്, അതേപോലെ ഷമാലി മോളി, കൊച്ചിൻ ടു ബാംഗ്ലൂർ ഓടുന്ന ഡബിൾ ആക്സിൽ ബസ്, അതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇതോടെ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും.